കിലോ കണക്കിന് സ്വർണം വാനിഷിൻ തിന്നയർ എന്ന് പറയും മട്ടിൽ അന്തരീക്ഷത്തിൽ വിഭൂതി കണക്കി അപ്രത്യക്ഷമാവൽ എടുത്തുകൊണ്ട് പാളിക്ക് മാറ്റിവെച്ച പാളിയിൽ വഞ്ചന. ഈ ഉടായ്പ കുഞ്ഞുങ്ങളെയല്ല, രാഷ്ട്രീയത്തിനപ്പുറം വിശ്വാസയ്ക്ക് മാപ്പില്ലാത്ത വേദനയാണ്. ആ മലയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ കേൾക്കാത്ത കളങ്കത്തിൽ ആ കള്ളക്കൂട്ടത്തെ പിടിച്ചുകെട്ടി ചാട്ടക്കടിക്കേണ്ട തെമ്മാടിപ്പണിയാണ്. വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ കൂട്ടിപ്പിടിച്ചും യോഗിയുടെ കത്ത് വായിച്ചും ഊറ്റം കൊണ്ട് അയ്യപ്പ സംഗമം പൊളിക്കാനുള്ള ഗൂഢാലോചന എന്ന വാദം പൂക്കുറ്റി കണക്ക് ചീറ്റിപ്പോയ ജാള്യത്തിൽ ദേവസ്വം മന്ത്രിയുടെ കുറ്റസമ്മതം 2019 വീഴ്ചയുണ്ടായി. 2019 ഭരിക്കുന്നത് ആരാ സാറേ? നിങ്ങളാ. ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ നോമിനിയൊക്കെ നിങ്ങളാണ്. എന്നിട്ട് ഏതെങ്കിലും പോറ്റിയെ പറഞ്ഞ് ബ്യൂറോക്രസിയെ പഴിക്കൽ ഒറ്റവാക്കൽ രാഷ്ട്രീയ മര്യാദകേടാണ്. ഏതോ 40 വർഷ ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞ തട്ടിപ്പുകാരന് വീണ്ടും പർവ്വതാൻ വിരിച്ച ഒരൊറ്റ കുറ്റത്തിന് ചുരുങ്ങിയ പക്ഷം ഈ ദേവസ്വം ബോർഡെങ്കിലും കാലാവധി പൂർത്തിയാക്കാതെ രാജിവെക്കണം, ഇറങ്ങിപ്പോകണം. ആ സ്വർണ്ണപ്പാളി പൊട്ടിച്ചതിലും കേരളം 1-ാം നമ്പർ എന്ന അങ്ങേയറ്റം രാഷ്ട്രീയ പരിഹാസം സഭയിലെ പ്രതിപക്ഷമല്ല, മുൻ ദേവസ്വം മന്ത്രിയാണ്, മുൻ സംസ്ഥാന സമിതി അംഗം സഖാവാണ്. അങ്ങനെ അടപടലം ആഞ്ഞു പൊളിഞ്ഞ ക്രെഡിബിലിറ്റി തിരിച്ചുപിടിക്കാൻ ദേവസ്വം ഫണ്ട് വാരിവീശി പമ്പാതീരത്തൊരു ഭരണം ശരണം കൂട്ടായ്മ കൂടി അങ്ങ് സംഘടിപ്പിക്കണം. 1-ാം നമ്പർ കാറിൽ മുഖ്യമന്ത്രിക്കൊപ്പം വെള്ളാപ്പള്ളിക്ക് എസ്കോട്ട് കൊടുക്കണം. സർക്കാരെ നാമകരണം ചെയ്യണം. അയ്യപ്പ ലാൽ സലാം.